ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീ പോലെയും കത്തിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് സ്നാക്ക് മാത്രമല്ല കേട്ടോ, ഇടനേരത്തും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഈ ഒരു ഈസി സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു ആപ്പിളിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട്, ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 2 ഞാലിപ്പൂവൻപഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻപഴം ചെറുതായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 1.5 എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ശർക്കര ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തേനാണ്. പിന്നെ നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ആൽമണ്ട്സും ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ റൈസിൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ബ്ലാക്ക് റൈസിൻസും നമ്മുടെ ഗോൾഡൻ കളർ റൈസിൻസും ചേർക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ കളർ റൈസിൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ പരിപാടി. ആപ്പിൾ മാത്രം കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ആദ്യം നമ്മുടെ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത്തപ്പഴം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏത്തപ്പഴവും കൂടി എടുത്തോളൂ, അപ്പോഴാണ് നല്ലത്. പിന്നെ നമ്മുടെ ആപ്പിൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചീവി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേനും കൂടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേൻ വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ തേൻ മതി. ഇതൊരു 1.5 ടീസ്പൂൺ തേൻ ആയിട്ടുണ്ട് ഞാൻ ഒഴിച്ചു വന്നപ്പോൾ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ശർക്കര നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരണം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്തോളൂ. വലിയവർക്ക് കൊടുക്കാനാണെങ്കിൽ ഇത്രയും ശർക്കര മതി കേട്ടോ. ഈ ഒരു തേൻ്റെ അളവും ശർക്കരയുടെ അളവും ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ശർക്കര മെൽറ്റായി ഫ്രൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നോളും. അതുകൊണ്ടാണ് ചെറിയ അളവിൽ ശർക്കര എന്ന് പറയുന്നത്. പിന്നെ ഏലക്കപ്പൊടിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനൊരു 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ ഏലക്കപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അധികം വേണ്ട, 2 പിഞ്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഴമൊക്കെ ഒന്ന് ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ആയി കിട്ടിയാൽ മതി നമുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാം, അധിക സമയമൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കൂ. വൈകുന്നേരമോ ഇടനേരത്തോ ഒക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ റൈസിൻസ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. കൂടുതൽ റൈസിൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു 1/4 കപ്പോളം റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയെ ചേർത്തിട്ടുള്ളൂ, ഒരു 10-15 റൈസിൻസോളം വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പമല്ലേ, എല്ലാം മിക്സായി കിട്ടിക്കഴിഞ്ഞു. നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുക. കുക്കിംഗ് ഒന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കുക. ഇപ്പോൾ ഒരു ദിവസം കുക്ക് ചെയ്യാൻ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കൂ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ബൗളിലേക്കാണ് മാറ്റുന്നത്. ഈ ഒരു ബൗൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ ഒരു ബൗളിൽ സെർവ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരാളായിട്ട് കഴിക്കണ്ട, 2 ആൾക്കായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.